ഹായ് ഹലോ, ഞാൻ ഇന്ന് എടുക്കുന്നത് എന്തുവാന്ന് പറയട്ടെ. ഒരു മേക്കപ്പ് വീഡിയോ ആണ്. അപ്പം അതിനായി ഞാൻ ഫസ്റ്റ് തന്നെ യൂസ് ചെയ്യുന്നത് ക്രീമാണ്. ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന സാധനമാണ് ഈ ക്രീമും പൗഡറും. പക്ഷെ രണ്ടും കൂടി ഒരുമിച്ചില്ല കേട്ടോ, അങ്ങനെ യൂസ് ചെയ്യരുത്. അതുകൊണ്ട് ഞാൻ ക്രീം ഓരോ ദിവസവും മാറിയാണ് ഇടുന്നത്. ചില ദിവസം ക്രീം ഇടും, ചില ദിവസം നമ്മുടെ പൗഡർ ഇടും. ഞാൻ കുറച്ച് ഇടാറുള്ളൂ ക്രീം, കാരണം അധികമായിപ്പോയ പ്രശ്നമാണ്. ഒനിയൻ ബാക്കിലാട്ടോ, അതുകൊണ്ട് എൻ്റെ സൗണ്ട് കാണും. എനിക്ക് പേടിയാവാൻ വന്നിട്ട് അലമ്പാക്കുവാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചാരിയിട്ടാട്ടോ വന്നാൽ അവന് അലമ്പാകും, പിന്നെ വീഡിയോ എടുക്കാൻ സമ്മതിക്കത്തില്ല. അപ്പോൾ കുറേ പറഞ്ഞ് തീർന്നു. ഇനി നമുക്കിരുന്നത് കൺമഷി ആട്ടോ. നമ്മളുടെ കൺമഷി കിട്ടി. ഞാൻ കണ്ടില്ലായിരുന്നു. നമ്മളുടെ കൺമഷി ഇട്ട് കൊടുക്കാം. കൺമഷി ഇടട്ടെ. ഞാൻ കൺമഷി ഇടട്ടെ. ഇങ്ങനെ കണ്ണിൽ പടരുവാണെങ്കിൽ ഞാൻ കണ്ണിൽ പടരുന്നുണ്ടേ. ഞാൻ യൂസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയട്ടെ. ഞാൻ ക്രീം എടുത്ത് കുറച്ച് തേക്കും, എന്നിട്ട് അങ്ങ് വൈപ്പ് ചെയ്ത് കളഞ്ഞാൽ മതി. ഡ്രസ്സ് കൊണ്ടുവരും തോന്നില്ല. വരാൻ കുറച്ച് പാടാണ് ക്രീം. ഞാൻ കൃത്യം സ്പോട്ട് നോക്കിയിട്ട് ഇടട്ടെ. സ്പോട്ടിൽ ഇതേപോലെ ഒന്ന് തേക്കുക. നിങ്ങളുടെ കയ്യിൽ വല്ല പേപ്പറുണ്ടെങ്കിൽ അതുകൊണ്ട് വൈപ്പ് ചെയ്താൽ മതി. എൻ്റെ കയ്യിൽ പേപ്പറൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ യൂസ് ചെയ്യാത്ത തുണി കണ്ടാണ് വൈപ്പ് ചെയ്യുന്നത്. ഇപ്പോൾ ഒക്കെ ആയോ നോക്കട്ടെ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ഇനി കുറച്ചും കൂടി ഫിൽ ചെയ്ത് കൊടുക്കാം. ഏകദേശം രണ്ട് സൈഡും ഒരുപോലെ ആയി കിട്ടിയാൽ മതി നമുക്ക്. അതിന് ശേഷം നമുക്ക് ലിപ് ബാം ഇടാം. ഞാൻ ലിപ് ബാം എപ്പോഴും യൂസ് ചെയ്യും. എന്നായാലും ഞാൻ യൂസ് ചെയ്യും. പുറത്ത് പോകുമ്പോൾ മാത്രമേ ഞാൻ ഒന്നും കൂടി ഇടാറുള്ളൂ. പോകുന്നെങ്കിൽ പോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. പിന്നെ നമുക്ക് പൊട്ടിട്ടാം. ഞാൻ ഇട്ടേക്കുന്ന ഒരു പാവായും ഈ ഒരു ടീഷർട്ടുമാണ്. ടീഷർട്ട് വലുതായിപ്പോയി, ചെറുതല്ല. എൻ്റെ ടൈറ്റാണ്, ഭയങ്കര ടൈറ്റ് ഉണ്ട്. അപ്പം നമുക്ക് പൊട്ടിട്ട കറക്റ്റായില്ല. അപ്പം നമ്മൾ പൊട്ടിട്ടു. നമ്മളിപ്പം പൊട്ടൊക്കെ ഇട്ടതിന് ശേഷം നമുക്ക് എന്താണ് ഇടേണ്ടത്? ലിപ്സ്റ്റിക്ക് ഒന്ന് കുറച്ചിട്ട് കൊടുക്കാം. ലിപ്സ്റ്റിക്കിൻ്റെ ആവശ്യമില്ല, വേണ്ട. അപ്പം നമുക്ക് ഇനി വേറൊന്നും ഇങ്ങനെ ഇടാനില്ല. ശേഷം ഫൈനൽ ടച്ച് ഹെയറാണ്.
ഹെയർ ഞാൻ കെട്ടി വെക്കാന്ന് കരുതി, കാരണം നനഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമുക്കൊന്ന് അഴിക്കാം. അയ്യോ, പിന്നെ ഇത് അഴിക്കുമ്പോൾ ഭയങ്കര പാടാണ്. കെട്ടി വെച്ചേക്കുന്നതുകൊണ്ടേ ഇത് ആട്ട കെട്ടാന്ന് പറഞ്ഞാൽ അമ്മ കെട്ടി വെച്ചേക്ക. അതുകൊണ്ട് നല്ല പാടാട്ടോ എനിക്ക് അഴിക്കാൻ. അമ്മോ ഈ ജോലിയില്ലാത്ത ഹെയർ ബാൻഡ് കൊണ്ട് അമ്മ കെട്ടി വെച്ചേക്ക. അതാണ് തോന്നുന്നതൊക്കെ ഉണ്ടായിരുന്നു. അമ്മ ചീപ്പ് അവിടെ കൊണ്ടുപോയി കളഞ്ഞു. ഞാൻ എടുത്തിട്ട് വരാവേ. ഇത് കണ്ടോ ഗൈസ്, ചീപ്പൊക്കെ കിട്ടി. എന്നു പറഞ്ഞാലും എൻ്റെ മുടി കണ്ടോ, നല്ല ആട്ടിപ്പൊളിയായിട്ട് ഇങ്ങനെ കിടക്കുന്നൊരു മുടിയാട്ടോ. നല്ലോണം ഒന്ന് ചീകി കൊടുക്കണം, നല്ല ചെടുക്ക് കാണും. അതുകൊണ്ട് അതെല്ലാം ഒന്ന് കളഞ്ഞു കൊടുക്കണം. അതനിയൻ ആ വെള്ളം ഒഴിച്ച് എൻ്റെ കാലിൽ നിന്ന് വെള്ളം പറ്റിയത്. കുഴപ്പമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ബാക്കിലോട്ട് അടിക്കുക, എന്നിട്ട് ഇവിടെ നിന്നും ബാക്കിലോട്ട് എടുക്കുക. ചീകി ബാക്കിലോട്ട് എടുക്കണം. എന്നിട്ട് നമ്മൾ ഇതിങ്ങനെ ഒന്ന് എടുക്കുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് കെട്ടേണ്ട ഹെയർ ബാൻഡ് ഇത്തിരി ലൂസുള്ളതായിരിക്കണം കേട്ടോ. അപ്പോൾ അതിനായി എൻ്റെ കയ്യിൽ ലൂസ് ഹെയർ ബാൻഡ് ഇല്ലാത്തതുകൊണ്ട് ഈ ഒരു ലൂസ് ഹെയർ ബാൻഡാണ് ഞാൻ സ്റ്റൈൽ ചെയ്യാൻ എടുക്കുന്നത്. നമുക്കിതൊന്ന് എടുത്തു കൊടുക്കാം. വലിയ പാടാണ് കേട്ടോ. ഫസ്റ്റ് ഇങ്ങനെ എടുക്കുക, ഇങ്ങനെ എടുക്കുക, എന്നിട്ട് അടുത്തത് ഇങ്ങനെ എടുക്കുക, ഇറക്കാൻ കുറച്ച് പാട്. ഇങ്ങനെ ഇപ്പോൾ ഇറക്കുക എന്നല്ലേ. എനിക്ക് തോന്നുന്നു എൻ്റെ നടുവശം ഒന്ന് കളയണം. അത് അങ്ങനെ തന്നെ ഇതേപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ടോ നിങ്ങൾ? ഒരു ഹെയർ ബാൻഡ് എടുക്കുക. എനിക്കിഷ്ടപ്പെട്ടു. ഇത് ഭയങ്കര ക്യൂട്ടായിട്ടുള്ള, എനിക്ക് പിങ്ക് കളർ ഫേവറേറ്റാണ്. അതുകൊണ്ട് ഈ കളർ കിട്ടിയപ്പോൾ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പ്രത്യേകിച്ച് ആവശ്യത്തിന് പെട്ടെന്ന് കിട്ടിയായിരുന്നു. ഞാൻ നേരത്തെ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് എൻ്റെ ഒരു ബ്ലൂ വേർഷനായിരുന്നു. അത് കൈ കിട്ടിയപ്പം കെട്ടി ദിവസം ഇന്നായി. ഇനി ആകെപ്പാട് ഞങ്ങൾക്ക് 2 ദിവസം ഏതാണ്ട് സ്കൂൾ തുറക്കാൻ. അതുകൊണ്ട് സ്കൂൾ തുറന്നതിന് ശേഷം അധികം വീഡിയോ കാണില്ല. പിന്നെ ആകെപ്പാട് കാണുന്ന വെക്കേഷനിൽ ബാക്ക് പാക്കിങ്ങിൻ്റെ ഒരു വീഡിയോ മാത്രമായിരിക്കും. പിന്നെ എൻ്റെ വീഡിയോയിൽ അതൊന്നും തന്നെ കാണില്ല. ഓക്കെ, നമുക്ക് ഫൈനൽ ടച്ചിന് വേണ്ടി ഈയൊരു ക്ലിപ്പ് കുത്തി കൊടുക്കുക. സൈഡിലേക്ക് കുത്താൻ കേട്ടോ. അയ്യോ ഓക്കെ, സെറ്റ്. ഞാൻ അത് അമ്മയ്ക്ക് പിടിച്ചോണ്ട് മനസ്സിലായില്ലായിരുന്നു. ഓക്കെ, ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് വീഡിയോ. അപ്പം ഇനിയുള്ള വീഡിയോ വരുമ്പോഴേക്കും ബൈ.